കേൾക്കുന്നു, അവിടുത്തെ മനസ്സ് തേങ്ങുകയാണ്, ഹൃദയം പിടക്കുകയാണ്. അവിടുന്ന് കരയുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കുറേ നേരം സുജൂദിൽ, പിന്നെ ഇരുന്നു, രണ്ടാമതും സുജൂദിൽ. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ ദീർഘമായ സൂറത്തുകൾ ഓതി ഹബീബായ നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. സുബഹി നിസ്കാരത്തിന്റെ സമയമാകാറായി. ദീർഘമായ 2 റക്അത്ത് എടുത്തത് 4 മണിക്കൂർ സമയത്തോളം നീണ്ടുനിന്ന നിസ്കാരമാണത്. 2 റക്അത്ത് 4 മണിക്കൂർ. ആലോചിച്ചു നോക്കി, നമ്മളെ കൊണ്ടാകുമോ അത്? അങ്ങനെ നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? അങ്ങനെ ഉറക്കൊഴിക്കാൻ നമ്മളെ കൊണ്ടാകുമോ? എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലചായ്ച്ചാൽ, സുജൂദിൽ കിടന്നാൽ കിട്ടുന്ന ഒരു മധുരമുണ്ട്. അള്ളാഹുവേ, ഞാൻ മണ്ണിനോളം താഴെയാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. എൻ്റെ രക്ഷിതാവേ, നീയാണ് ഏറ്റവും ഉന്നതിയിലുള്ളത്, ഞാൻ എത്രയോ താഴെയാണ്. ഞാൻ മണ്ണാണ്, മണ്ണിനോളം ചെറുപ്പമാണ്. നീയാണെങ്കിലോ പ്രപഞ്ചത്തിന് അതീതനാണ് റബ്ബേ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. എല്ലാ സ്തോത്രങ്ങളും നന്ദിയും നിനക്കാണ് പടച്ചവനെ. ഇതാണ് സുജൂദിൽ കിടന്ന് 3 തവണ നമ്മൾ പറയുന്നത്. ആ സുജൂദിൽ ഉടമസ്ഥനായ രക്ഷിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഒരു VIP-യെ നിങ്ങൾക്ക് കിട്ടിയാൽ, അവരുടെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായാൽ, നിങ്ങൾക്ക് ആ സമയം എന്ത് ആനന്ദമായിരിക്കും. നിങ്ങൾ എഴുന്നേറ്റ് ഓടാൻ നോക്കുമോ? ഇല്ലല്ലോ. അവർ എഴുന്നേൽക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കൂലേ? അവർ പോകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂലേ? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കുന്നത് അങ്ങനെയായിരുന്നു. എത്ര വലിയ ക്ഷീണം വന്നാലും പോകട്ടെ, പരീക്ഷണങ്ങൾ വന്നാൽ, ടെൻഷൻ വന്നാൽ, പുണ്യനബി ചെയ്തിരുന്നത് നേരെ സൈക്കാട്രിസ്റ്റിന്റെ മുമ്പിലേക്ക് ഓടുകയായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സൈക്കാട്രി എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ വുദൂഅെടുത്ത് നിസ്കരിക്കലായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. ടെൻഷൻ വന്നാൽ ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കലായിരുന്നു. നിസ്കാരത്തിന് വാങ്ക് വിളിക്കാൻ നേരമായാൽ ബിലാലെ ഇഖാമത്ത് വിളിക്കിൻ എന്നല്ല നബി തങ്ങൾ പറയാ. ബിലാലെ ഇഖാമത്ത് ചൊല്ലിക്കോളൂ, നിസ്കാരം തുടങ്ങല്ലേ. അതുമല്ല തങ്ങൾ പറയാറുള്ളത്. തങ്ങൾ പറയാറുള്ളത് അരിഹ്നാ ബിഹാ യാ ബിലാൽ, അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലെ, നിസ്കാരം കൊണ്ട് മനസ്സിന് സന്തോഷം തരൂ, നിസ്കാരം കൊണ്ട് മനസ്സിന് ആനന്ദം തരൂ, പ്രാർത്ഥന കൊണ്ട് മനസ്സിന് ശക്തി തരൂ എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് വിളിക്കണം എന്നാണ് ഇതിനർത്ഥം. ഖദ് ഖാമത്തിസ് സ്വലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാഹ്. ഈ നിസ്കാരത്തിന്റെ ബാലപാഠം പഠിപ്പിക്കുകയാണ് മദ്രസ ചെയ്യുന്നത്. സൃഷ്ടാവുമായി സൃഷ്ടികൾക്ക് ബന്ധമില്ലെങ്കിൽ നമ്മളെ പിശാചുക്കൾ തട്ടിക്കൊണ്ടുപോകും. നമ്മുടെ നിസ്കാരവും റബ്ബനാ യാ ഇലാഹനാ യാ അല്ലാഹ്, പടച്ചവനെ എന്ന വിളിയാളം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പടച്ചു തമ്പുരാനോടുള്ള വിളിയാളമില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്ത് ആനന്ദമാണുള്ളത്? എന്ത് മെറ്റീരിയലിസം? ഇവിടുത്തെ മെറ്റീരിയലുകൾക്ക് എന്ത് ആനന്ദം തരാൻ കഴിയും? സർവശക്തനായ അല്ലാഹുവിനോട് ആത്മീയ ബന്ധം സ്ഥാപിക്കുമ്പോഴല്ലേ മനസ്സിന് ആനന്ദമുണ്ടാകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബ് സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ ആ മണ്ണ് ഞാൻ എൻ്റെ കൈകൊണ്ട് തടവി നോക്കുമ്പോൾ അത് നനഞ്ഞിരിക്കുന്നു അവിടുത്തെ കണ്ണുനീര് കൊണ്ട്. അപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, അവിടത്തോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അവിടുന്ന് സലാം മടക്കി. നബി തങ്ങൾ സലാം അടക്കുമ്പോൾ കണ്ഠം ഇടറുന്നുണ്ട്, ഗദ്ഗദമുണ്ട്. തങ്ങൾ വിഷമിച്ച പോലെ, സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ, എൻ്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ അങ്ങാണ് എനിക്ക് വലുത്. സുഹാബിമാർ, അവിടുത്തെ 1,00,000-ലേറെ വരുമായിരുന്ന സുഹാബിമാർ ഹബീബിനെ വിളിച്ചിരുന്ന വാക്കുകൾ അതാണ്. എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് നഷ്ടമായാൽ പോലും അങ്ങ് നഷ്ടമാവരുത് നബിയേ. പറയണേ, മായുബികീക്, എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന് ബിലാൽ എന്നവർ ചോദിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എല്ലാം മൗനിയായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ഹബീബിൻ്റെ കൂടെ ജീവിച്ച വർഷങ്ങളുടെ കാലയളവിൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവം അത്വാ റളിയല്ലാഹു അൻഹു എന്ന താബിഈനോട് മഹാനായ അത്വാ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ മറുപടിയാണ് പറയാൻ പോകുന്നത്. എൻ്റെ റസൂൽ എന്തിനാണ് കരഞ്ഞത് എന്ന് ബിലാൽ എന്നവരോട് പറയുകയാണ്. യാ ബിലാൽ,
ബിലാലേ ഉൻസിലത് അലയ്യൽ ലൈല ആയ, ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങി. ആ ആയത്തിന്റെ ആശയം എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയത്ത് ഇറങ്ങിയിട്ട് എന്നോട് അല്ലാഹുവിന്റെ ജിബ്രീൽ മലാഖ പറഞ്ഞു, നബിയേ, ഈ സൂക്തം ഖുർആനിൽ വെറുതെ ഓതിപ്പോയി. സയൻസ് അറിയുന്നവരെ, ജിയോഗ്രഫി പഠിച്ചവരെ, ആസ്ട്രോണമി പഠിച്ചവരെ, ഭൂഗർഭശാസ്ത്രം പഠിച്ചവരെ, പ്രപഞ്ചശാസ്ത്രം പഠിച്ചവരെ, വായിക്കാനും അറിയാനും പഠിക്കാനും കഴിവുള്ളവരെ, വിശുദ്ധ ഖുർആനിന്റെ ഈ സൂക്തങ്ങൾ വെറുതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ടാകും. ഓരോ ആയത്തിന് കൂലിയുണ്ട്, ഒരക്ഷരത്തിന് 10 പ്രതിഫലമാണ്. പക്ഷെ ഈ 2-3 ആയത്തുകൾ ഞാൻ ഓതുന്നത് സൂറത്ത് ആലി ഇംറാനിലെ 190 മുതൽ 193 വരെയുള്ള ആയത്തുകൾ. ഇത് ഓതുമ്പോൾ അതിൻ്റെ പരിഭാഷയോ വ്യാഖ്യാനമോ മുന്നിൽ വെച്ച് ശാസ്ത്രീയമായ വിഷയങ്ങൾ ഗഹനം ചെയ്യാതെ പഠിക്കാതെ ഓതുന്നവർക്ക് ശിക്ഷയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓതുന്നവരങ്ങ് ഓതിപ്പോയി. സൂറത്ത് ആലി ഇംറാൻ അവസാനിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യണം? അതിൻ്റെ തഫ്സീർ ഒന്ന് നോക്കണം എന്നാണ്. വായിക്കണം, പഠിക്കണം. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ബിലാലെ ചിന്തിക്കാതിരുന്നാൽ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞ ചില ആയത്തുകൾ ഇന്നലെ രാത്രിയാണ് എനിക്ക് അവതരിച്ചത്. എന്താണ് നബി ആ ആയത്തുകൾ? തങ്ങൾ ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان. വളരെ മനോഹരമായ സൂറത്ത് ആൽ ഇംറാനിന്റെ അവസാനത്തോടടുക്കുന്ന ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തീർച്ചയായും ഭൂമിയെ നാം പടച്ചത്, ഇവിടുത്തെ ഓരോ മണ്ണും ചെറിയ പുൽമേടകൾ, ഈ വാഴയും തെങ്ങും കമുങ്ങുകളും ഇവിടുത്തെ മരങ്ങളും സസ്യലതാദികളും, മണ്ണുകൾക്കിടയിൽ കഴിയുന്ന കൊച്ചു കൊച്ചു ജീവികൾ, നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത വളരെ വളരെ മൈന്യൂട്ടായി മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രം കാണാൻ കഴിയുന്ന ഒരുപാട് സൂക്ഷ്മമായ ജീവികൾ, എത്രയെല്ലാം ഇലകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള ഇലകൾ, വിവിധ രൂപങ്ങളിലുള്ള ഇലകൾ, വിവിധ ടേസ്റ്റുകളുള്ള ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യമണികൾ, ഈ പ്രപഞ്ചം ഭൂമി, അതിൻ്റെ ഉള്ളിൽ സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, ഡയമണ്ടുകളുണ്ട്, പേളുകളുണ്ട്, സമുദ്രങ്ങളിൽ എല്ലാം ഒരുക്കി വെച്ച ഈ ഭൂമി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഏറ്റവും വലിയ പുസ്തകമാണ്, ഇത് ഏറ്റവും വലിയ ലൈബ്രറിയാണ് ഭൂമി. വസ്സമാവാത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശലോകങ്ങളെ പടച്ചതിലും ഭൂമിയെ പടച്ചതിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, കൃത്യമായ സമയത്ത് സൂര്യോദയവും സൂര്യാസ്തമയവും സംഭവിക്കത്തക്ക വിധത്തിൽ ഭൂമിയെ അല്ലാഹു നേർരേഖയിൽ നിർത്തിയത്, സൂര്യനിൽ നിന്ന് കൃത്യമായ അകലത്തിൽ നിർത്തിയത്, സൂര്യനും ഭൂമിയും ചന്ദ്രനും കൃത്യമായ നേർരേഖയിലൂടെ കടന്നു പോകുന്നത് എല്ലാം അല്ലാഹുവിൻ്റെ സംവിധാനമാണ്. അതില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരുട്ടില്ല, ഇവിടെ വെളിച്ചമില്ല. ഇതിലെല്ലാം ലആയാത്ത്, എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് അടയാളങ്ങളുണ്ട്. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കറുത്ത പുക ഉയരുന്നത് കണ്ടാൽ
ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തീയുണ്ട് എന്ന് പറയാൻ കൊച്ചുകുട്ടിക്ക് മനക്കറിയും. തീ കാണണമെന്നില്ല. എന്തേ അതിനർത്ഥം? തീയുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ ഇഫക്റ്റാണ് പുകയെന്ന് പറയുന്നത്. സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ട്, പ്രപഞ്ചമുണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളത് ബുദ്ധിയുള്ള മനുഷ്യന് പടച്ചവനുണ്ട് എന്ന് പറയാൻ ഇനി എന്താണ് തെളിവ് വേണ്ടത്? അല്ലാഹുവാണ് ഈ പറയുന്നത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് കറുകറുത്ത പുകയുയരുമ്പോഴൊരാൾ പറയാണ് തീയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കൂല. എന്തേ? ഞാൻ കാണുന്നില്ലല്ലോ. അയാൾ 2 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത്. തീ ഞാൻ കണ്ടില്ല, ഞാൻ പുകയെ കണ്ടിട്ടുള്ളൂ. പുകയുണ്ട്, തീ അതില്ല, അത് വെറുതെ ഉണ്ടാകുന്ന പുകയാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ? ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്, ഞാൻ ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാനാണ് പടച്ചവൻ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ലാൻഡ് ചെയ്താൽ പിന്നെ എന്ത് പരീക്ഷണം, പിന്നെ എന്ത് ജീവിതം, ഇതിനെന്തർത്ഥം? എക്സാം എഴുതാൻ ഉത്തരക്കടലാസും കൂടെ കൊടുത്തു, ഇതാ ഉത്തരം. അതെന്ത് പരീക്ഷയാണ്? അല്ലാഹു കണ്ടുകൊണ്ട് കാണപ്പെടാത്തത് കോടിക്കണക്കിന് വസ്തുക്കളുടെ തെളിവ് മുമ്പിൽ വെച്ചുകൊണ്ടാണ്. കോടിക്കണക്കിന് വസ്തുക്കൾ നമ്മുടെ കണ്ണുയർത്തിയാൽ കാണുന്ന ആകാശ ലോകങ്ങളിലെ നക്ഷത്രങ്ങളെ നിങ്ങൾ നോക്കുന്നില്ലേ? ഖുർആൻ പഠിപ്പിച്ചു. ആദ്യത്തെ 13 വർഷക്കാലം പുണ്യനിബിധങ്ങൾ സ്വഹാബികളെ പഠിപ്പിച്ചത് പ്രപഞ്ച സൃഷ്ടിപ്പിലൂടെ സൃഷ്ടാവിനെ പഠിക്കാനാണ്. അന്ന് നിസ്കാരം നിർബന്ധമല്ല. ആദ്യത്തെ 13 കൊല്ലം ഫർദ് നിസ്കാരമില്ല. നോമ്പ് നിർബന്ധാക്കിയോ? ഇല്ല. സക്കാത്ത് നിർബന്ധമുണ്ടോ? ഇല്ലായിരുന്നു. ഹജ്ജുണ്ടോ? ഹജ്ജൊക്കെ 22-ാം കൊല്ലത്താ. തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹജ്ജ് നിർബന്ധമാകുന്നത്. നിസ്കാരം നിർബന്ധമാകുന്നത് 13 കൊല്ലം കഴിഞ്ഞിട്ടാ. നബി തങ്ങൾ നിസ്കരിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾ നിസ്കാരം ഉണ്ടോ? ഇല്ല. എന്തേ കാരണം എന്നറിയോ? ഞങ്ങൾക്ക് പറയാം അവരോട്, നിങ്ങൾ സ്വകാര്യമായിട്ട് നിസ്കരിച്ചോളൂ. ശത്രുക്കൾ ആക്രമിക്കുന്നു, ശരി തന്നെയാണ്, പക്ഷെ നിങ്ങൾ സ്വകാര്യമായിട്ട് നിസ്കരിച്ചോളൂ, പറയാം. നിങ്ങളുടെ മുതലാളിമാർ സക്കാത്ത് കൊടുത്തോളൂ, പറയാം. നോമ്പെടുത്തൂടെ? ആരെങ്കിലും അറിയോ നോമ്പെടുത്താൽ? മക്കയിൽ. പക്ഷേ നബി തങ്ങൾ സ്വഹാബികൾക്ക് മക്കയിൽ ഒന്നും നിർബന്ധമാക്കിയില്ല. എന്തേ പഠിപ്പിച്ചു കൊടുത്തെന്നറിയോ? അല്ലാഹു ആരാണ്, ആരാണ് പടച്ചവൻ, ആരാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ആ രക്ഷിതാവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ മഹത്വം, ഇത് മനസ്സിലാക്കി കൊടുക്കലാണ് 13 കൊല്ലത്തെ ദഅവത്ത്. 87 സൂറകൾ ഖുർആനിൽ ഇറങ്ങിയത് മക്കയിലാണ്. ആ ഒരൊറ്റ സൂറയിലും നിസ്കാരത്തിന്റെ മസ്അല കാണൂല, അനന്തരാവകാശ നിയമം കാണൂല, നോമ്പിന്റെ മസ്അലയില്ല, ഇതില് സക്കാത്തിന്റെ മസ്അലയില്ല, മദ്യം നിരോധിച്ചിട്ടില്ല. അപ്പോഴേ 13 കൊല്ലം 87 സൂറ. ബാക്കി 27 മദീന സൂറയിലാണ് നിസ്കാരത്തിന്റെ മസ്അല കാണുക. തയമ്മത്തെ കുറിച്ച് അവിടെയാ പറയുന്നത്. കടബാധ്യതകൾ എങ്ങനെ നിങ്ങൾ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചത് എവിടെയാണ്? അനന്തര സ്വത്തെന്താണ്, അതെങ്ങനെയാ വിഹിതിക്കേണ്ടത്? മദീനി സൂറയിലാ കാണുക, സൂറത്തുൽ ബഖറയിൽ കാണും. എല്ലാ നിയമങ്ങളും ഇറങ്ങുന്നത് മദീന കാലഘട്ടത്തിലാണ്. മക്ക കാലഘട്ടം നിയമങ്ങളില്ല. എന്തേ അവിടെ നടന്നെന്നറിയോ? അല്ലാഹു ആരാണ്. ആകാശം കാണുന്നില്ലേ? ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? കാർമേഘങ്ങൾ കാണുന്നില്ലേ? ചെടികളും മരങ്ങളും പൂത്തുലയാൻ വേണ്ടി കാറ്റുകളെ പരാഗണം ചെയ്യുന്നതായി അല്ലാഹു പറഞ്ഞേച്ചില്ലേ? പോളിനേറ്റിംഗ് വിൻഡ്സ്. കാറ്റിലൂടെയാണ് പോളിനേഷൻ നടക്കുന്നത്, പരാഗണം നടക്കുന്നത്. ഇതൊക്കെ പഠിപ്പിച്ചത് മക്കയിലാണ്. നക്ഷത്രങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. മക്കയിലാ പഠിപ്പിച്ചത്. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ? നക്ഷത്രങ്ങളെ അതതിന്റെ സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വെച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വഇന്നഹു ലഖസമുൻ ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നക്ഷത്രങ്ങളുടെ സ്ഥാനം അതിനെ വെച്ചല്ല സത്യം ചെയ്തിട്ട് പറയാ, ആ സത്യം ഒരു മഹാത്ഭുതമാണ്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. എവിടെയാ നക്ഷത്രങ്ങൾ കിടക്കേണ്ടതെന്നറിയോ? ഏറ്റവും ദൂരെയുള്ള നക്ഷത്രം ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയത് 24 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറമാണ്. 24 ബില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറം. 24 കിലോമീറ്ററുള്ള വടകരക്ക് എത്ര കിലോമീറ്ററാണ്? 20 കിലോമീറ്ററിന്റെ ഉള്ളില്. സുബ്ഹാനല്ലാഹ്. 24 ബില്യൺ. 100 മില്യൺ ആകുമ്പോ 1 ബില്യൺ ആകുന്നു. അങ്ങനെ 24 ബില്യൺ വർഷങ്ങൾ പ്രകാശം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം.
പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. അപ്പൊ ഒരു മിനിറ്റിൽ, അപ്പൊ ഒരു മണിക്കൂറിൽ, ഒരു ദിവസം, ഒരു വർഷം, 2 വർഷം, 10 വർഷം, 1 മില്യനായി, 100 മില്യൺ, 1 ബില്യൺ ആകുന്നു. അതും കഴിഞ്ഞാൽ 24 ബില്യൺ കൊല്ലങ്ങൾ പ്രകാശം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്താണ് ഇന്ന് കണ്ടെത്തിയ ഏറ്റവും ദൂരെയുള്ള നക്ഷത്രം കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മവാഖിഉൻ നുജൂം. ഇതൊക്കെ ഖുർആൻ ചർച്ച ചെയ്തത് മക്കയിലെ കാലഘട്ടമാണ്. ഒരു കുഞ്ഞിന്റെ ബാലപാഠമാണത്. നമ്മൾ മദ്രസ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ ആദ്യ കാലഘട്ടമാണ്. ഒരു മനുഷ്യനായി ഒരു കുഞ്ഞ് വളർന്നു വരുന്ന ആദ്യഘട്ടം ആരാണ് തന്റെ സൃഷ്ടാവെന്നറിയണം, എന്തിനാണ് ജീവിക്കുന്നതെന്നറിയണം, ഇതിന്റെ ലക്ഷ്യമെന്താ, ഒരു നല്ല പൗരനാവാൻ എന്തു ചെയ്യണം, ഒരു നല്ല മകനായി ഒരു നല്ല മോളായി ജീവിക്കാൻ എന്തു വേണം, ഇത് പഠിപ്പിക്കുകയാണ് നമ്മുടെ മദ്രസകൾ ചെയ്തത്. പുണ്യനബി തങ്ങൾ 13 കൊല്ലം മദ്രസ പഠനം എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറയാൻ പറ്റുമെങ്കിൽ അവിടെ പഠിപ്പിച്ചത് അല്ലാഹു ആരാണെന്നാണ്. മൻ ഹുവല്ലാഹ്, അല്ലാഹു ആരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത അനുഭവമെന്ന് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു കൊടുത്തത്, റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത അനുഭവം ഇതാണ്: ആകാശലോകങ്ങളെ പടച്ചതിലും രാവും പകലും മാറി മാറി വരുന്നതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും, വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ സ്മരിക്കുകയും, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നവർ, അവരാണ് ബുദ്ധിമാനികൾ. ആ ബുദ്ധിമാനികൾ പറയേണ്ട പ്രാർത്ഥന എന്താണെന്നറിയോ? അവർ പറയേണ്ടത് ദൈവമില്ലെന്നല്ല, പടച്ചോനെ കാണുന്നില്ല, ഞാൻ വിശ്വസിക്കൂല, ഇതാണോ പറയേണ്ടത്? അവർ പറയേണ്ടത് റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീയാണ് ഞങ്ങൾക്ക് ജീവൻ തന്നത്, ജീവൻ ഞങ്ങൾ കൊണ്ടുവന്നതല്ല, നീ തന്നെയാണ് ജീവൻ തിരിച്ചെടുക്കുന്നത്. ഞങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴല്ല ഞങ്ങൾ മരിക്കുന്നത്, ഇഷ്ടപ്പെട്ടപ്പോഴല്ല ഞങ്ങൾ ജനിച്ചത്, ഞങ്ങൾ ജനിച്ചതും ഞങ്ങൾ മരിക്കുന്നതും അല്ലാഹുവേ നിന്റെ തീരുമാനമാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഒരു ചെടി പോലും, ഒരു ഇല പോലും, ഒരു പുല്ല് പോലും നീ വെറുതെ പടച്ചതല്ല. ചിലതിൻ്റെ യുക്തി നമുക്കറിയും, ചിലത് നമുക്കറിയില്ല എന്തിനാ അല്ലാഹു ഇതൊക്കെ ചെയ്തത് എന്ന്. എന്നാലും അല്ലാഹുവേ അൻത ഹകീം, നീ തന്ത്രശാലിയാണ്, നീ യുക്തിയുള്ളവനാണ്, ഹിക്മത്തിന്റെ ഉറവിടമാണ്. ഒരു കാര്യവും ഹിക്മത്തില്ലാതെ റബ്ബേ നീ ചെയ്യില്ല. ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ ഞങ്ങളെ തീയിൽ നിന്ന് കാത്തുകൊള്ളേണമേ, നരകത്തിൽ നിന്ന് കാത്തുകൊള്ളേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ബുദ്ധിമാനികൾ. ഈ ആയത്തിറങ്ങിയ സമയം അല്ലാഹു നബിയോട് പറയുകയാണ്, നബിയേ, ഇത് ചിന്തിക്കാതെ പോയാൽ, പഠിക്കാതെ പോയാൽ, ആലോചിക്കാതെ വെറുതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട്. ഈ ആയത്തിറങ്ങിയ രാത്രിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് സുബഹിക്ക് വാങ്ക് വിളിക്കാൻ നേരമായി നബിയെ എന്ന് പറഞ്ഞു വന്ന രാത്രി. 4 മണിക്കൂറിലേറെ ഹബീബ് 2 റക്അത്ത് കൊണ്ട് നിന്ന് നിസ്കരിച്ച നേരം. ആ ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, എടുത്തു പറയേണ്ട അനുഭവമെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നമ്മുടെ മക്കള് സയൻസ് പഠിക്കണം, ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കള് മാത്സ് പഠിക്കണം, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കണം. എന്തേ? ചിന്തിക്കാനും പഠിക്കാനും. എത്രയാ ഖുർആൻ പറയുന്നത്? ലിഖൗമിൻ യതഫക്കറൂൻ, ഫോർ എ പീപ്പിൾ ഓഫ് ഇന്റലക്ട്, ബുദ്ധിയുള്ളവർക്ക്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഡു നോട്ട് ദേ ഡീപ്ലി പോണ്ടർ അപ്പോൺ, അവര് ചിന്തിക്കുന്നില്ലേ അള്ളാഹുവിൻ്റെ സയൻസ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഹബീബായ നബി തങ്ങൾ പറയാ, എനിക്ക് പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആകാശലോകത്തേക്ക് നോക്കി എൻ്റെ ജീവിതം ആകാശലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ കഴിച്ചുകൂട്ടുമായിരുന്നുവെന്ന് പറഞ്ഞത് നമ്മുടെ ഹബീബാണ് റസൂലുള്ളാഹി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തേക്ക് നോക്കിയിരിക്കുക, പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുക, ഭൂമിയെക്കുറിച്ച്. ഭൂമിയെ ആരാണ് ഇങ്ങനെ സംവിധാനിച്ചത്? നിങ്ങളുടെ കൂടെയുള്ള മൃഗങ്ങൾ, ജന്തുക്കൾ, കന്നുകാലികൾ. ആരാണ് ഇതിനെ പടച്ചത്? നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്? ആരാണ് പർവ്വതങ്ങളെ നാട്ടിവെച്ചത്? ആരാണ് നക്ഷത്രങ്ങളെ ഉയർത്തിവെച്ചത്? ആരാണ് ഭൂമിയിൽ രാവും പകലും ഉണ്ടാക്കുന്നത്? തിരമാലകൾ, സസ്യലതാദികൾ, പക്ഷികൾ, മത്സ്യസമ്പത്ത്,
ആരാണ് ഇതൊക്കെ നൽകിയത്? ആരാണ് റെയിൻ ക്ലൗഡുകൾ നിങ്ങൾക്ക് നൽകിയത്? ഇപ്പൊ ചൂട് നമുക്ക് മടുത്തു വരുമ്പോ അതാ മഴ പെയ്യുകയായി, മഴ പെയ്യുമ്പോ ചൂട് വരികയായി. കാലാവസ്ഥകളെ മാറാൻ വേണ്ടി ഭൂമിയെ അതിൻ്റെ അച്ചുതണ്ടിൽ ചെരിച്ചു നിർത്തിയത് ആരാണ്? ഭൂമിയെ ടിൽറ്റ് ചെയ്തിരിക്കുകയാണെന്ന ആരാണ് ഇതൊക്കെ ചെയ്തത്? ആ ചെരിവില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ കാലാവസ്ഥകൾ ഉണ്ടാകില്ല, സീസണുകൾ ഉണ്ടാകില്ല. ഇതൊക്കെ ഇന്റലിജൻസ്, അതിബുദ്ധിമാനായ ഒരു സൃഷ്ടാവിനെ നമ്മെ പഠിപ്പിക്കുന്നില്ലയോ? വാർണർ ഗിറ്റ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മനുഷ്യന്റെ ശരീരത്തിൽ കിടക്കുന്ന DNA എന്ന് പറയുന്ന നമ്മുടെ ഹ്യൂമൻ പ്രോഗ്രാമിംഗ്, DNA-യുടെ ഇൻഫർമേഷൻ അപ്പോബറ്റിക് ഇൻഫർമേഷൻ ആണെന്നാണ്. ഏറ്റവും അതിസങ്കീർണമായ അറിവാണ്. അങ്ങനത്തെ ഒരു അറിവ് ഇറ്റ് ഷുഡിൻ കം ഫ്രം a source other than intelligence. വളരെ അതിബുദ്ധിമാനായ ഒരാളിൽ നിന്നേ ഈ DNA ഉണ്ടാക്കാൻ കഴിയുള്ളൂ, വെറുതെ ഉണ്ടാവില്ല. പ്രപഞ്ചത്തിൽ ഒരിക്കലും വെറുതെ റാൻഡം ഒരു ബിഗ് ബാങ്ങിൽ ഒരു ഇവല്യൂഷനിൽ ഇതൊന്നും DNA ഉണ്ടാവില്ല എന്നാണ്. അതുണ്ടായത് അതിബുദ്ധിമാനായ ഒരു സൃഷ്ടാവിൽ നിന്നാണ് എന്ന് സമ്മതിച്ചത് വാർണർ ഗിറ്റ്സ്, ജർമ്മൻകാരനാണ്, ജീവിച്ചിരിക്കുന്ന സയന്റിസ്റ്റാണ്, യുക്തിവാദിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പൊ വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. ലോകം ദൈവവിശ്വാസത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ ടെക്നോളജി ചെയ്തു വെച്ചാലും മനുഷ്യന്റെ കഴിവുകൾക്ക് അതീതമാണ് പലതും. ടൈറ്റാനിക് എന്ന ഷിപ്പിനെ കുറിച്ച് നമുക്കറിയും അല്ലേ? ഒരാൾക്കും തകർക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അത് ബ്രിട്ടനിൽ നിന്ന് യാത്ര തുടങ്ങുന്നത് ബോസ്റ്റണിലേക്ക് പോവുക, അവിടെ തന്നെ ഒരു മഞ്ഞുമലയിൽ ഇടിഞ്ഞ് തകർന്ന് ബില്യണേഴ്സും മില്യണേഴ്സുമായ ആഡംബര കപ്പലിലെ മുതലാളിമാർ അവിടെ മുങ്ങി മരിക്കുക. പുറപ്പെടും മുമ്പ് ചെയ്ത ഡയലോഗ് അതായിരുന്നു, ദൈവത്തിന് പോലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഞങ്ങളുടെ കപ്പൽ യാത്ര ആരംഭിക്കുകയാണ്. എന്തേ സംഭവിച്ചത്? അന്നത്തെ ക്രിസ്തീയ പാരമ്പര്യമാർ മുഴുവൻ പറഞ്ഞു, ഇത് ദൈവം തമ്പുരാൻ മനുഷ്യന് നൽകിയ മെസ്സേജാണ്. തീർച്ചയായും നമ്മൾ അഹങ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ പിടിച്ചു വെക്കുക. രോഗം കൊണ്ട് മരണം മനുഷ്യനെ കീഴ്പ്പെടുത്താൻ അള്ളാഹു തന്ന പടച്ച തമ്പുരാന്റെ ഒരു ആയുധമാണെന്നാണ് നബി തങ്ങൾ പറയാ. മരണമില്ലെങ്കിൽ മനുഷ്യനെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു. എന്ത് തന്നെയായാലും എനിക്കൊരു 60, 70, 80 ഞാൻ മരിച്ചു പോകും എന്നൊരു ചിന്ത വരിക. എന്തൊക്കെ മുഷ്ടി ചുരുട്ടി നമ്മൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ശബ്ദമനങ്ങാത്തൊരു സമയത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. പിന്നെ മരണത്തിന് ഒതുങ്ങിക്കൊടുക്കുകയാണ്. മരണമില്ലായിരുന്നെങ്കിൽ മരണത്തെ അതിജീവിക്കാൻ എന്തൊക്കെ മരുന്നുണ്ട് മനുഷ്യൻ പരിശോധിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ പറയാ, മരണത്തെ അതിജീവിക്കാൻ കഴിയില്ല. ഹ്യൂമൻ സെല്ലുകളെ റീപ്രോഗ്രാം ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് ഗുരുതരമായ അപകടത്തിലേക്ക് മനുഷ്യനെ നയിക്കും. മരണത്തിന് നമ്മൾ ഒതുങ്ങിക്കൊടുത്തേ പറ്റൂ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, ഇല്ലാ ലിദാ, ഒരു രോഗത്തിനൊഴികെ, അത് അൽഹറം, മനുഷ്യന്റെ ഓൾഡ് ഏജ്, മനുഷ്യന്റെ വാർദ്ധക്യമാണ്. അതിനെ തുടർന്നുള്ള മരണമാണ്. അതിന് മരുന്ന് കിട്ടൂല. ബാക്കി എല്ലാറ്റിനും മരുന്നുണ്ട്. യാ അല്ലാഹ്, മനുഷ്യൻ വന്നത് പടച്ചതമ്പുരാനെ സ്തുതിപ്പാടാനും അനുസരിക്കാനും മനുഷ്യ ജീവിതത്തിന്റെ സന്തോഷം എന്താണെന്ന് അള്ളാഹുവാണ് നിശ്ചയിച്ചത്. ആ വഴി അവൻ അനുസരിക്കേണ്ട വഴിയാണ്. ശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, ബാങ്ക് വിളിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ശ്രദ്ധിക്കുക. ഞാൻ ഈ പേര് വായിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ സ്റ്റേജിന് പിന്നിൽ വന്ന് നിൽക്കേണ്ടതാണ്. സഫ ഫാത്തിമ, ഡോക്ടർ ഓഫ് മൊയ്തു പുന്നോടൻ്റെ അവിടെ, മൊയ്തു പുന്നോടൻ കണ്ടി. മെറിൻ ഫാത്തിമ, ഡോക്ടർ ഓഫ് അബൂബക്കർ പൂവോളി. ഹുസൈൻ ഷിനാസ്, സൺ ഓഫ് റഫീഖ് വള്ളിൽ. ഹംദ, ഡോക്ടർ ഓഫ് അൻവർ ചെട്ടീൻ്റെ അവിടെ. മുഹമ്മദ് പി കെ, സൺ ഓഫ് ഷക്കീർ പാറക്കൽ. മൻഹ ഫാത്തിമ, ഡോക്ടർ ഓഫ് അയ്യൂബ് കളിയൻ്റെ അവിടെ, കളിയമ്പുറത്ത് താഴെ. ഹനൂന ഫാത്തിമ, ഡോക്ടർ ഓഫ് യാക്കൂബ് കളിയമ്പുറത്ത് താഴെ. ഇർഷാദ് കെ, സൺ ഓഫ് ലത്തീഫ് സക്കാഫി കാരക്കോത്ത്. മുഹമ്മദ് ഫഹീം, സൺ ഓഫ് ഗഫൂർ കോമത്ത്. ഇത്രയും വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ സ്റ്റേജിന് പിന്നിൽ വന്ന് നിൽക്കേണ്ടതാണ്. അൽഹംദുലില്ലാ. ഇവിടെ പരിപാടിക്ക് വന്ന് നിങ്ങളെല്ലാവർക്കും ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോഴേ 3 മണിക്ക് ഇവിടെ മനോഹരമായൊരു കഥാപ്രസംഗം കൂടെ നടക്കാൻ പോകുന്നുണ്ട്, നമ്മുടെ സുബൈർ തോട്ടിക്കൽ സാഹിബിൻ്റെ. അപ്പോൾ ഭക്ഷണം കഴിച്ച് പിന്നെ വേറെടുക്കും പോകാൻ സമയമില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത മെയിൻ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുകയാണ്. അൽഹംദുലില്ലാ. 3000 ആളുകൾക്ക് ഇവിടെ ഭക്ഷണം ഒരുക്കി. പിന്നെ വെള്ളം, ടീ ടൈം ബ്രാൻഡ് വെള്ളമാണ് എല്ലാവർക്കും ഇഷ്ടം പോലെ, എല്ലാവർക്കും വെള്ളം അൺലിമിറ്റഡ്. അതാ ബഷീർക്ക പറഞ്ഞത്. അൽഹംദുലില്ലാ. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ. നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം നിങ്ങൾ നൽകുന്നത് തന്നെ ഒരു വലിയ നന്ദിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അതിനർഹമായ പ്രതിഫലം നൽകി. റബ്ബ് തആല അള്ളാഹിൻ്റെ നന്ദി കാണിക്കൽ അങ്ങനെയാണ്. പടച്ച തമ്പുരാൻ പ്രതിഫലം തന്നുകൊണ്ടാണ്. അള്ളാഹു പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചൂടാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ നീട്ടിപ്പറയുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെയും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുടെയും അനിവാര്യതയിലേക്ക് കടക്കുകയാണ്. മനുഷ്യൻ ബുദ്ധി കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചൊരു ജീവിയാണ്. ഇന്ന് നമ്മുടെ ഈ വാട്സപ്പും ഫേസ്ബുക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അധികവും മനുഷ്യൻ്റെ ബ്രെയിൻ എക്സസൈസ് വളരെ കുറവാണ്. വെറുതെ ചിരിയും തമാശയും ഗീബത്തും നമീമത്തും കുറ്റം പറച്ചിലുകളും നിരൂപണങ്ങളും ഇത് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. പഠിക്കാനുള്ള വിഷയങ്ങൾ, പഠിക്കാൻ ആവശ്യമായ മെറ്റീരിയലുകൾ ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രം എന്ന രീതിയിൽ മാറിയിരിക്കുകയാണ്. നമ്മളൊക്കെ ലൈഫ് ലോങ് ലേണേഴ്സാണ്, മരണം വരെ പഠിക്കേണ്ടവരാണ്. ലോകത്ത് അറിയപ്പെട്ട ഒരു വിദ്യാഭ്യാസ കരിക്കുലമുണ്ട്, IB ഇൻ്റർനാഷണൽ എന്ന് പറയും. നമ്മൾ CBSE കേരള സിലബസ് എന്നൊക്കെ പറയുന്ന പോലെ IGCSE ഉണ്ട്, UK നാഷണൽ കരിക്കുലമുണ്ട്. അതിൽപ്പെട്ട ഒരു ലോകോത്തര വിദ്യാഭ്യാസ കരിക്കുലമുണ്ട്, IB ഇൻ്റർനാഷണൽ ബക്കാലുറേറ്റ് പ്രോഗ്രാം എന്ന് പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ലൈഫ് ലോങ് ലേണിംഗ്, മരണം വരെ പഠിക്കുക എന്നൊരാശയമാണ്. മക്കളെ അതാ പഠിപ്പിക്കുക. സ്കൂൾ കഴിഞ്ഞാൽ നിർത്തരുത്, ഡിഗ്രി കഴിഞ്ഞാൽ അവസാനിപ്പിക്കരുത്, ജോലി കിട്ടിയാൽ പഠനം നിർത്തരുത്. പഠനം മരണം വരെയാണ്. അത് സത്യത്തിൽ പുണ്യനിബിതങ്ങൾ അവിടെ തനിയായികൾ നമുക്ക് പഠിപ്പിച്ചതാണ്. മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ, മഷിക്കുപ്പിയുമായി പള്ളിക്കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ ഹദീസ് പണ്ഡിതനും മദ്ഹബിന്റെ ഇമാമുമായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അതുകൊണ്ട് നമ്മുടെ മദ്രസ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് കൊച്ചുനാളിൽ നമ്മൾ അറിയേണ്ടത് അള്ളാഹു ആരാണെന്നാണ്. എന്താണ് ഇസ്ലാം, ആരാണ് പുണ്യനബി, നമുക്ക് എന്തൊക്കെ ജീവിതധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഇതൊന്നും സ്കൂളിൽ പറയാൻ കഴിയില്ല. അവരുടെ ചർച്ചാ വിഷയവുമല്ല അത്. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കില്ല. നമ്മൾ പറയും, മോളെ മോനെ, നിന്റെ ഉമ്മയെ നിന്റെ ഉപ്പയെ നീ വേദനിപ്പിക്കരുതേ, അവരുടെ മനസ്സിനെ നോവിക്കരുതേ, അവരുടെ കാലിൻ്റെ കീഴെയാണ് സ്വർഗം. ഇത് ഇസ്ലാം പഠിപ്പിക്കുക. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൽ വലിയൊരു വിഭാഗം, ചെറിയൊരു ന്യൂനപക്ഷമേ ഉള്ളൂ, വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമുകളിൽ കൊണ്ടുപോയി ആക്കുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഉമ്മത്ത് ഇസ്ലാമും ദീനും പഠിച്ചവർ സ്വന്തം ഉപ്പയെ ഉമ്മയെ അവരുടെ മാലിന്യവും മൂത്രവും കഴുകിക്കൊടുത്തുകൊണ്ടാണെങ്കിലും മരണം വരെ അവരെ എനിക്ക് നോക്കണം, എനിക്ക് പരിചരിക്കണം, അതെന്റെ സ്വർഗമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എവിടുന്ന് അത് കിട്ടിയത്?
പുണ്യ നബിയെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഇസ്ലാമിന് പ്രതിസന്ധിയുണ്ട്, യുദ്ധമുണ്ട്, ഞാൻ യുദ്ധത്തിന് വരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാ തങ്ങൾ ഒരു ചെറുപ്പക്കാരനോട്, നിങ്ങൾക്ക് ഉമ്മ ഉണ്ടോ, ഉപ്പയുണ്ടോ? ഉണ്ട്, 2 പേരുണ്ട്. ഉമ്മാക്കുപ്പാക്കു നീയല്ലാതെ വേറെ ആൺകുട്ടികളുണ്ടോ? ഇല്ല, ഞാനൊരാളേ ഉള്ളൂ. നീ തിരിച്ചുപോ. നിന്റെ മാതാവും പിതാവും നീ എങ്ങാനും ഒരു രക്തസാക്ഷിയായാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഓടി വന്നതാ. പക്ഷെ നിന്റെ ഉമ്മയെ ഉപ്പയെ ആര് നോക്കും? ആരുണ്ടവർക്ക്? അതുകൊണ്ട് നീ തിരിച്ചുപോ. ഫഫീഹിമാ ഫജാഹിദ്. നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്നുണ്ടോ? അതാണ് നിന്റെ ധർമ്മസമരം എന്ന് പഠിപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ എത്രയോ സ്വഹാബികളെ തിരിച്ചയച്ചിട്ടുണ്ട്. എന്തേ? അവരെ നോക്കിയിട്ട് മതി മറ്റു ത്യാഗങ്ങളെന്ന്. അനിഷ്കുർലി വലിവാലിദൈ. ഇത് മദ്രസയ്ക്ക് പഠിപ്പിക്കാൻ കഴിയൂ, ഇത് മദ്രസയിലെ പഠിപ്പിക്കാൻ കഴിയൂ, സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല. എന്തേ? ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദി കരിക്കുലം. എന്തേ അധ്യാപകര്? കരിക്കുലത്തിൽ അതില്ല. ബിർറുൽ വാലിദൈൻ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. ബിർറുൽ വാലിദൈൻ, സർവീസ് ടു പാരന്റ്സ്. രക്ഷിതാക്കളെ, മാതാവിനെ പിതാവിനെ സേവിക്കുക, അവർക്ക് സേവനം ചെയ്യുക എന്നത് നമ്മുടെ ദീനിന്റെ ഒരു കോർ വാല്യൂ ആണ്. ഇത് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ കഴിയൂ, മതങ്ങൾക്കേ പഠിപ്പിക്കാൻ കഴിയൂ, ധർമ്മങ്ങൾക്കേ പഠിപ്പിക്കാൻ കഴിയൂ. ഭൗതിക വിദ്യാഭ്യാസത്തിന് ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒളിച്ചോട്ടങ്ങളും പ്രേമ കല്യാണങ്ങളും ഒക്കെ നടക്കുമ്പോഴേ മക്കളെ, ആൺമക്കളെ, പെൺമക്കളെ, വിദ്യാർത്ഥിനികളെ, പ്രേമവും സ്നേഹവും അതിനൊക്കെ ഒരു മധുരവും ലഹരിയും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് നിങ്ങളുടെ ഒരു സ്വാർത്ഥതയ്ക്ക് മാത്രമാവല്ലേ. അത് കാരണം ആരും മനസ്സ് വേദനിക്കല്ലേ. നിന്റെ ഉമ്മയും ഉപ്പയും കോടതി വരാന്തയിൽ ബോധം കെട്ടി വീഴുന്നത് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ആളുകൾ കാത്തിരിക്കാൻ. ആളുകളുടെ പ്രധാനപ്പെട്ട ജ്വരം ഒരു ഉമ്മയും ഒരു ഉപ്പയും തൻ്റെ മോള് ഒരാളിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് കോടതി വരാന്തയിൽ വെച്ച് ഉമ്മയെ ഉപ്പയെ കുടുംബത്തെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഒരു ഉപ്പയും ഉമ്മയും ബോധം കെട്ടി വീഴുന്നത് വീഡിയോ എടുക്കാൻ കാത്തിരിക്കുകയാണ് ആളുകൾ. എന്തേ? അത് മാർക്കറ്റാണ്. അതാണ് മാർക്കറ്റിൽ വാല്യൂ കിട്ടുന്ന പ്രൊഡക്ട്സ്. ആ കുഞ്ഞ് ചെയ്ത ദുൽമിനെ കുറിച്ച് ആ കുട്ടിക്ക് ഒരു ക്ലാസ് കൊടുത്ത് ആ കുട്ടിയോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത്, മോളെ, ജീവിതം നിന്റെ ഭർത്താവും നീയും എന്നൊരു സ്വാർത്ഥതയിലേക്ക് ഒതുക്കല്ലേ. നിനക്കൊരു കുടുംബം വേണ്ടേ? നിനക്ക് ബന്ധുക്കൾ വേണ്ടേ? നിങ്ങൾ 2 പേരെയും താങ്ങി നിർത്താൻ നിങ്ങളുടെ സ്നേഹജനങ്ങൾ കൂടെ വേണ്ടേ? എല്ലാവരെയും മാറ്റി നിർത്തി, എല്ലാവരെയും ധിക്കരിച്ച് സ്നേഹം കൊണ്ട് പാലൂട്ടി വളർത്തിയ സ്വന്തം ഉമ്മയോട് പിഞ്ചുനാളിൽ കൈകളിലെടുത്ത് ഇതുപോലെയുള്ള ചൂടിൽ ഹോസ്പിറ്റൽ വരാന്തകളിൽ ഡോക്ടറെ കാണിക്കാൻ കുഞ്ഞിന് പനിയാണ്, ജലദോഷമാണ്, കഫക്കെട്ടാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന് താങ്ങി നിന്ന ഉമ്മയുടെ കരങ്ങളെ തട്ടിമാറ്റിയിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് നിനക്ക് പ്രായപൂർത്തിയായപ്പോ ശരീരത്തിന് ഒരൽപ്പം സൗന്ദര്യം വന്നപ്പോഴേ നിന്റെ മുമ്പിൽ സ്നേഹം കാണിച്ചു വന്നവൻ അവൻ മതി എന്ന് നീ പറയുമ്പോഴേ നീണ്ട 20 കൊല്ലക്കാലം നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഉപ്പയെ ഉമ്മയെ എങ്ങനെ നിങ്ങൾ മറക്കുന്നു മക്കളെ? എങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നു? അവരുടെ പൊരുത്തവും സ്നേഹവും ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയേണ്ട ഒരു വാക്ക് പറയേണ്ടതിന് പകരം നിങ്ങൾ ആർക്കും ഇഷ്ടമില്ലെങ്കിലും എനിക്ക് ഇത് മതി എന്ന് പറയുന്ന തരത്തിലേക്ക് മക്കൾ വളരുന്നത് അവർക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കാത്തത് കൊണ്ട് മാത്രമല്ലേ? അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ? മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അതിന്റെ ശിക്ഷ മരണത്തിന് മുമ്പ് ദുന്യാവിൽ അനുഭവിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിലേക്ക് എടുത്തു വെക്കൂലാതെ ഇവിടെ നിന്നുണ്ടാകും. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരാണ്, ക്യാമ്പസുകളിൽ, കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ, വിദേശങ്ങളിൽ പഠിക്കുന്നവരാണ്. അവർ എവിടെ ചെന്ന് ജീവിച്ചാലും ആ മക്കള് വഴിതെറ്റിപ്പോകാത്തവരായി മാറണമെങ്കിൽ അവർക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. നിങ്ങൾ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലോകം. നമ്മൾ ആർക്കും നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവരുടെ കയ്യിൽ ടാബോ സ്മാർട്ട് ഫോണുകളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെന്തൊക്കെ ചെയ്തു കൂട്ടും ഒന്നും പറയാൻ കഴിയില്ല. ഒരു ഉമ്മാക്കും ഉപ്പാക്കും അത് കണ്ടുപിടിക്കാനും കഴിയില്ല. അതിൻ്റെ ലോക്കുകളും മൾട്ടി ലോക്കുകളും അത് ഹൈഡ് ചെയ്യാനും അതിൻ്റെ യൂസർ നെയിം പാസ്വേഡുകൾ ചേഞ്ച് ചെയ്യാനും ഇതൊക്കെ മക്കൾക്ക് കഴിയും. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെൺകുട്ടി അത് ചെയ്യൂല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ആൺകുട്ടി അത് ചെയ്യൂല. എൻ്റെ പടച്ചതമ്പുരാൻ, പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രേമം, ഒരു ബന്ധം എനിക്ക് വേണ്ട. എനിക്ക് അള്ളാഹു വിവാഹത്തിലൂടെ അനുവദിക്കുന്ന ഒരു കുടുംബജീവിതം വരെ ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നവനാണ്. എനിക്കതിന് കഴിയും. വിവാഹം ചെയ്യാൻ കഴിയില്ല, പക്ഷേ ശരീരത്തിൽ ഹോർമോണുകളുണ്ട്. നമ്മളൊക്കെ മനുഷ്യരാണ്, തിന്മയിലേക്കുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ അള്ളാഹു അനുവദിക്കാത്ത ഒരു വ്യഭിചാരത്തിലേക്കോ ഒരു തിന്മയിലേക്കോ
ഒരു തോന്നിവാസത്തിലേക്കോ ഞാൻ പോകില്ല എന്ന് സ്വന്തം ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ അല്ലാഹു നാദുരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. പടച്ചതമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്, പടച്ചതമ്പുരാൻ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, പടച്ചതമ്പുരാൻ എനിക്ക് സാക്ഷിയാണ്. ഇത് സ്വന്തം മനസ്സിനോട് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിക്കണം അതിൻ്റെ ബാലപാഠങ്ങൾ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കള് മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി പോകാതെ അള്ളാഹു കാക്കട്ടെ. മുമ്പൊക്കെ കല്യാണം ആലോചിക്കുമ്പോഴേ ചെറുക്കൻ നിസ്കരിക്കാറുണ്ടോ എന്നാ ചോദിക്കുക, അല്ലേ? ഇന്നതല്ലേ ചോദിക്കുക. കുറച്ച് കഴിഞ്ഞ പിന്നെ ചെറുക്കൻ കള്ളുടിക്കുമെന്നായി. നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കള്ളുടിയില്ലാതെ. ഇപ്പൊ അതുമല്ല, ചെറുക്കന് മയക്കുമരുന്നിന്റെ പരിപാടി ഉണ്ടോ കണ്ടാൽ അറിയില്ലല്ലോ. എന്തേ? ഒരു മണമില്ല, ഒരു രുചിയില്ല, ഭാവഭേദങ്ങളില്ല, ആള് മയക്കത്തില്ല, അറിയാൻ പറ്റില്ല. നിസ്കരിക്കുന്നുണ്ടോ നോമ്പ് നോൽക്കുന്നുണ്ടോ എന്നല്ല ഇന്നത്തെ വിഷയം. കാലത്തിന്റെ ക്രൈറ്റീരിയൻ മാറി. എന്താ ചോദിക്കുന്നത്? മയക്കുമരുന്നടിക്കോ? ആണും പെണ്ണും അങ്ങനെയാണ്. ഇതില്ലാത്ത മക്കളെ കിട്ടാൻ എന്ന് പ്രയാസം. എഴുതി വെച്ചോളൂ ചെറുപ്പക്കാരെ, കുട്ടികളെ, ലഹരിക്ക് നിങ്ങളെങ്ങാനും അടിമകളായി മാറിയാൽ 10 കൊല്ലം കൊണ്ട് നിങ്ങൾ മണ്ണടിയിലേക്കാ പോകുന്നത്. ആയുസ് കുറവാ, 10 കൊല്ലം കൊണ്ട് തീരും നിങ്ങളുടെ ലൈഫ്. അങ്ങനെ നശിപ്പിക്കണോ? അതല്ല, അന്തസ്സുള്ളൊരു അസ്തിത്വം നിങ്ങൾക്ക് നേടിയെടുക്കണോ? ലഹരിയോട് നോ പറഞ്ഞേ പറ്റൂ. ഇവിടുത്തെ പോലീസുകാരും നിയമപാലകരും ഭരണാധികാരികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രബോധകരുമൊക്കെ ഒറ്റക്കെട്ടാണ്. നാടും നഗരവും ഒക്കെ തിന്മകൾക്ക് എതിരാണ്, നന്മയോടൊപ്പമാണ്. എന്നാലും ആരെയും കണ്ണുവെട്ടിച്ചാർക്കും തിന്മ ചെയ്യാൻ കഴിയുന്ന ലോകമാണ്. പക്ഷേ ഒരാളെ മാത്രം കണ്ണുവെട്ടിക്കാൻ കഴിയില്ല. അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജല്ല ജലാലുവാണ്. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിന്മകൾ ചെയ്തു പോയത് പടച്ചതമ്പുരാനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങി അല്ലാഹു സ്വീകരിക്കുകയാണ്. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു നിങ്ങളോട് കരുണ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയോ? അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല ثم تاب من بعده واصلح فانه غفور رحيم. നിങ്ങൾ തൗബ ചെയ്യണം. പടച്ചതമ്പുരാനോട് പറയണം, ഞാൻ ഇനി തിന്മയിലേക്ക് പോകില്ല റബ്ബേ, എനിക്ക് പറ്റിപ്പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം പടച്ചവനെ, എനിക്ക് മാപ്പ് നൽകണം റബ്ബേ എന്ന് നിങ്ങൾ പറയുകയും നന്മ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരാമെന്ന് ഉറപ്പ് തന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയാം, നിങ്ങൾക്ക് കരുണയാണ് പടച്ചവൻ നൽകുന്നത്. തെറ്റുപറ്റാതിരിക്കില്ല, തെറ്റുപറ്റിക്കാണും. നിങ്ങൾ പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങി, പശ്ചാത്തപിച്ച് മടങ്ങി. എന്താണ് തൗബ? തൗബയുടെ റുക്നുകൾ എന്താണ്? മദ്രസയ്ക്ക് പറഞ്ഞു തരാൻ കഴിയൂ. നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ ഇബാദത്താണ്, നമ്മുടെ നിസ്കാരമാണ്. നമ്മുടെ നിസ്കാരമാണ് അതിൻ്റെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ബൈനനാ വ ബൈനൽ കുഫ്രി തർക്കു സ്വലാ. വിശ്വാസികളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം 5 നേരത്തെ നിസ്കാരമാണ്. ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ ഫഹുവ ലിഗൈരിഹാ അളിയ, അതല്ലാത്തത് മുഴുവൻ അവർക്ക് ഒഴിവാക്കാൻ കഴിയും. നിസ്കാരം ഒഴിവാക്കാത്തവന് അവന്റെ ജീവിതം പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ വുദു എടുക്കേണ്ടത്, എങ്ങനെയാ നിസ്കരിക്കേണ്ടത്, അതിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, ഫർളുകൾ എന്താണ്, സുനനുകൾ എന്താണ്, അബ്ആദ് സുന്നത്തുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ മദ്രസക്കുള്ളിലാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കും നമുക്കും ഇൽമു കൊണ്ട് അനുഗ്രഹം നൽകട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ പള്ളികളിൽ ജമാഅത്തിന് വരട്ടെ. നമ്മുടെ മസ്ജിദുകൾ ആരാധന കൊണ്ട് സജീവമാവണം. എല്ലാറ്റിനും നമ്മൾ സജീവമാണ്, പക്ഷെ നമ്മുടെ മസ്ജിദുകളിലേക്ക് വരുന്നില്ലല്ലോ. അതെത്ര വലിയ ദൗർഭാഗ്യകരമാണ്. റമദാനിലുണ്ട് ജമാഅത്തിന് ആളുകൾ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ അവസാനിച്ചു. എങ്ങനെയാവരുത്. നമ്മുടെ മസ്ജിദുകളിലെ സഫുകളിൽ നിന്നാണ് ഈ ഉമ്മത്തിന്റെ വില അല്ലാഹു അളക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മസ്ജിദുകൾ എത്ര സൗകര്യങ്ങളുള്ള പള്ളികളാണ് നമുക്ക് ഇവിടെയുള്ളത്, അതൊക്കെ ഉപയോഗപ്പെടുത്തണ്ടേ? അവിടെ നമ്മൾ ആരാധന ചെയ്യുന്നത് ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കരുത്താണ്. ലൗല സ്വലാ, നിസ്കാരമില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ മഹ്തദൈന, നമുക്ക് സന്മാർഗം ലഭിക്കുമായിരുന്നില്ല. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു പുല്ലിന്റെ വില പോലും അള്ളാഹു നൽകുമായിരുന്നില്ല. ഇത് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് മദ്രസ വേണം. അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നതിനിടയിൽ നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ, അതിൻ്റെ സമയക്രമങ്ങൾ കൃത്യമായും പാലിച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായ ഹൈടെക് മദ്രസയാണിപ്പോൾ നമ്മുടെ നജ്മുൽ ഹുദ മദ്രസ ഇവിടെ നമുക്ക് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും അവരുടെ മക്കളെ നമ്മുടെ ഈ മദ്രസയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കണം. ആ പഠനം നമ്മുടെ പരലോകത്തേക്കും നമ്മുടെ മക്കൾക്കും നമുക്കും ഈ ലോകത്തും നാളെ പരലോകത്തും സന്തോഷത്തോടെ ജീവിക്കാനുള്ള കാരണമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. നാളെ മരിച്ചു കഴിയുമ്പോൾ അള്ളാഹുവേ എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യുന്ന മക്കളെ നമുക്ക് വേണം.
വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നിങ്ങൾ പറയണേ, പ്രാർത്ഥിക്കണേ, അല്ലാഹുവേ എൻ്റെ മാതാവിനോട് പിതാവിനോട് പടച്ചവനെ നീ കരുണ കാണിക്കണമേ, അവർ എന്നോട് കൊച്ചുപ്രായത്തിൽ എന്നോട് കരുണ ചെയ്ത പോലെ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരായത്ത് കൂടെ ഓതുകയാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. അള്ളാഹു നിങ്ങളോട് കണിശമായും നിർദ്ദേശിക്കുകയാണ്, ആരാധന അള്ളാഹുവിന് മാത്രമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. പിന്നെ പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ ചെയ്യണമേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ഉമ്മയോ ഉപ്പയോ രണ്ടുപേരുമോ അല്ലെങ്കിൽ ഒരാളോ അവരുടെ വാർദ്ധക്യ സമയത്ത് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അവർക്ക് അവസരമുണ്ടായാൽ, വാർദ്ധക്യം വരുമ്പോൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. വാർദ്ധക്യം വരുമ്പോൾ ആവർത്തനം ഒരു സ്വഭാവമായിരിക്കും. വാർദ്ധക്യം വരുമ്പോൾ കണ്ടതിനും പിടിച്ചതിനും കുറ്റം പറയും. വാർദ്ധക്യം വരുമ്പോൾ എന്തുപകാരം ചെയ്താലും അത് മറക്കും അവര്. വാർദ്ധക്യം വരുമ്പോൾ വാക്കുകൾക്ക് ലൈസൻസ് ഇല്ലാതെയാകും. നിന്റെ ഉമ്മയാണ് ഉപ്പയാണ്, സദയം പുറത്തു കൊടുക്കണേ എന്ന് അല്ലാഹു പറഞ്ഞുകൊണ്ട് പറയാണ്, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. നിന്റെ ഉമ്മയോട് ഉപ്പയോട് ഛേ എന്നൊരു വാക്ക് പോലും നീ പറഞ്ഞു പോവല്ലേ. ഛേ എന്തായി പറയുന്നത്, അങ്ങനെ പോലും പറയല്ലേ. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. നിന്റെ ഉമ്മയെ നിന്റെ ഉപ്പയെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുതേ. അല്ലാഹുവിൻ്റെ ആഹ്വാനമാണ്. നിങ്ങൾക്ക് അവരെ നോക്കാൻ കഴിയുമോ? നിങ്ങളുടെ വീട്ടിലവരെ പരിപാലിക്കണം. ഒരു നിലക്കും നിങ്ങൾക്ക് കഴിയില്ലെങ്കിലാണ് ഒരു നഴ്സറി ഏൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കുന്നത്. അള്ളാഹുവിൻ നിങ്ങൾക്ക് നൽകിയ സ്വർഗ കവാടമാണിത്, അത് നഷ്ടപ്പെടുത്തരുതേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് മാന്യമായ വാക്കുകളെ നിങ്ങൾ പ്രയോഗിക്കാവൂ. അവരെ ഇഷ്ടപ്പെടുന്ന പേര് കൊണ്ടേ വിളിക്കാൻ പാടുള്ളൂ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് കാരുണ്യം കാണിക്കണമേ. നിങ്ങളുടെ റഹ്മത്തിന്റെ ചിറക് അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണമേ. നിങ്ങൾ പറക്കുന്നവരായിരിക്കാം, നിങ്ങൾ തിരക്ക് പിടിച്ച ജീവിതത്തിലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉമ്മാക്ക് ഉപ്പാക്ക് നിങ്ങളുടെ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണമേ. വഖുൽ, നിങ്ങൾ പറയണം, റബ്ബിർഹംഹുമാ, എൻ്റെ രക്ഷിതാവേ എൻ്റെ ഉമ്മയോട് ഉപ്പയോട് കരുണ കാണിക്കണമേ. കമാ റബ്ബയാനി സഗീറാ. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എന്നോട് കാണിച്ച കരുണ പോലെ എൻ്റെ ഉമ്മയോട് ഉപ്പയോട് കരുണ കാണിക്കണമേ എന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് സൂറത്തുൽ ഇസ്റാ. ഇത് പഠിപ്പിക്കണമെങ്കിൽ മദ്രസ വേണം. നമ്മുടെ വേഷം വിധാനങ്ങളിൽ അച്ചടക്കം പഠിക്കണമെങ്കിൽ മദ്രസ വേണം. നമ്മുടെ സ്വഭാവ ശുദ്ധീകരണത്തിന് മദ്രസ വേണം. ഗീബത്ത് നമീമത്ത് നമ്മുടെ അമലുകളെ പൊളിച്ചു കളയും. ചെയ്തു പോയ കർമ്മങ്ങൾ ഇല്ലാതെയാകും എന്നറിയണമെങ്കിൽ മദ്രസ വേണം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് വേണം. പുണ്യ നബിയുടെ ഹദീസുകൾ പറയണം, പഠിക്കണം, ഓതണം, ചൊല്ലണം, ജീവിതത്തിന്റെ ഭാഗമാക്കണം. അതുകൊണ്ട് ഇന്നൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകളും ഭൂമിലോകത്തെ ജീവജാലങ്ങളും സസ്യലതാദികളും പക്ഷിമൃഗാദികളും അതുപോലെ തന്നെ സമുദ്രങ്ങളിലെ മത്സ്യങ്ങളടക്കം ഇൽമ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു